പ്രൈസ് ടു ജീസസ്. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഓൺലൈൻ മീറ്റിങ്ങിലേക്ക്, ഈ ദൈവവചനത്തിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇതൊരു പ്രവചന ശബ്ദമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ദൈവം ആരും കാണിക്കാത്ത കരുണ കാണിച്ചിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഇന്നത്തെ ഈ സന്ദേശം ദൈവം തൻ്റെ പദ്ധതിയാൽ, തൻ്റെ ഇഷ്ടത്താൽ എനിക്ക് തന്ന ഒരു ദൈവിക ആലോചനയാണ്. ഇതിനകത്തുനിന്ന് വളരെ ശക്തമായ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് കേൾക്കുന്ന നിങ്ങളോട് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മുടെ വെളിപ്പാടുകളായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കേട്ട പ്രവചനങ്ങളാണെങ്കിലും ദൈവാലോചനകളാണെങ്കിലും ദൈവശബ്ദങ്ങളാണെങ്കിലും അതൊക്കെ സംഭവിക്കുക. അതുകൊണ്ട് കേവലം ഒരു ദൈവ സന്ദേശം കേൾക്കുന്ന, അല്ലെങ്കിൽ ഒരു ആത്മീയ സന്ദേശം കേൾക്കുന്ന ഒരു മനോഭാവത്തിൽ നിന്നും ഇതെന്നോട് ദൈവത്തിന് സംസാരിക്കാനുള്ള ദൈവിക ആലോചനയാണ്. ഈ പ്രവചന ശബ്ദത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടുമെന്ന ബോധ്യത്തോടും വിശ്വാസത്തോടും ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും പ്രകടമായ മാറ്റങ്ങൾ സർവശക്തനായ ദൈവം കൊണ്ടുവരും എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം 58 തിരുവചനം നമുക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം 57-58 വാക്യങ്ങൾ. എലിശബത്ത് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോട് കൂടെ സന്തോഷിച്ചു. ഒരു സന്തോഷത്തിൻ്റെ അനുഭവവും സന്തോഷത്തിൻ്റെ അവസരവുമാണ് നാം ഈ വായിച്ചു കേട്ട ഭാഗത്ത് കിടക്കുന്നത്. എന്തായിരുന്നു എലിശബത്തിൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിന് കാരണം? അത് തനിക്കൊരു മകൻ പ്രസവിച്ചു എന്നുള്ളതിനേക്കാളും ദൈവം വലിയ കരുണ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു എന്നതാണ്. ദൈവമക്കളെ, ജീവിതത്തിൽ എൻ്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും സന്തോഷത്തിന് വകയുണ്ടാകണമെങ്കിൽ അത് വസ്തുക്കൾ ലഭിക്കുന്നത് കൊണ്ടല്ല, വാഹനങ്ങൾ ലഭിക്കുന്നത് കൊണ്ടല്ല, അല്ല പ്രാർത്ഥനയുടെ എന്തെങ്കിലുമൊക്കെ ഒരു മറുപടികളായി ജീവിതത്തിൽ വെളിപ്പെടുന്നത് കൊണ്ടുമല്ല. സന്തോഷത്തിന് ഒരു വ്യക്തിക്ക് കാരണമുണ്ടാകണമെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം വലിയ കരുണ ആ കുടുംബത്തോട് കാണിച്ചു. ദൈവം കാണിച്ച വലിയ കരുണയ്ക്കകത്ത് ഒരു മകൻ പ്രസവിച്ചു എന്നുള്ളത് മാത്രമല്ല ഈ അധ്യായം വായിക്കുമ്പോൾ ഞാൻ കാണുന്നത്. ദൈവം കാണിച്ച വലിയ കരുണയ്ക്കകത്ത് എലിശബത്ത് എന്ന് പറയുന്ന ഈ ദൈവഭക്തയുടെ ജീവിതത്തിൽ 25 വാക്യം, അതായത് ഇതേ അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ ഇതേ ദൈവഭക്തയായ സ്ത്രീ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ആ ദൈവം കാണിച്ച വലിയ കടാക്ഷത്തെക്കുറിച്ച് അവർ വീണ്ടും വാചാലയായി പറഞ്ഞിരിക്കുന്ന വാക്കിങ്ങനെയാണ്, ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ആ സ്ത്രീയുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് പറയാനുള്ള അനുഭവത്തിൽ നിന്നുള്ള
ഒരു സാക്ഷ്യമാണ്. ആരും പറഞ്ഞു കേട്ട ഒരു സാക്ഷ്യമല്ല, ആരുടെയും ജീവിതത്തിൽ കണ്ടതായ സാക്ഷ്യവുമല്ല. താൻ തന്നെ തൻ്റെ ജീവിതത്തിൽ ശരീരം തൊട്ടറിഞ്ഞ, കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞ, ഉള്ളം കൊണ്ട് അറിയാനും ഗ്രഹിക്കാനും കഴിഞ്ഞ, ചലനങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ് ഈ സന്ദേശം ആത്മനിറവിൽ ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ ലഭിച്ച ഓർമ്മകളുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് വന്ന സാക്ഷ്യമുണ്ട്. പക്ഷേ ഇന്ന് ഈ സന്ദേശത്തിനകത്ത് നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. അതിനേക്കാളും വലിയ ഒന്നാണ് ദൈവം ഒരു ഭക്തന്റെ ജീവിതത്തിൽ കാണിക്കുന്ന കരുണ. ആ കരുണയ്ക്കകത്ത് പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടി മാത്രമല്ല, ആ കരുണയ്ക്കകത്ത് അടഞ്ഞൊരു വഴി തുറക്കുക മാത്രമല്ല, ആ കരുണയ്ക്കകത്ത് ഈ ദൈവഭക്ത എഴുതി വച്ചിരിക്കുന്ന, ഈ ദൈവഭക്തയുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വന്ന വാക്ക് ലൂക്കോസ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അനേക സംഭവങ്ങൾക്കകത്ത് ഒന്ന്, മനുഷ്യരുടെ ഇടയിൽ ഈ കുടുംബത്തിന്, ഈ ദൈവത്തെ അറിയുന്ന, ദൈവവേല ചെയ്യുന്ന കുടുംബത്തിന്, ഈ ദൈവം തിരഞ്ഞെടുത്ത കുടുംബത്തിനുണ്ടായിരുന്ന നിന്ദയും കൂടെ നീക്കി എന്നുള്ളതാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കാതിരുന്നിട്ടില്ല. നിങ്ങൾക്കത് 1 വർഷത്തിന് മുന്നെയോ 2 വർഷത്തിന് മുന്നെയോ 6 മാസത്തിന് മുന്നേ ഒക്കെ ദൈവം ചെയ്ത ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇന്നൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ, കർത്താവിൻ്റെ കരുണ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ദൈവം ഒരു കുടുംബത്തോട് കരുണ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ദൈവം ഒരു കുടുംബത്തെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ദൈവം ഒരു കുടുംബത്തെ ആദരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിൽ മെറ്റീരിയൽ തിങ്സ് മാത്രമല്ല, മറ്റു പലതും അവൻ്റെ ജീവിതത്തിൽ സാക്ഷ്യങ്ങളായി ദൈവത്തിൻ്റെ കരുണയാൽ വെളിപ്പെട്ടു വരും. അതേ സുഹൃത്തെ, നിങ്ങൾക്ക് ഇന്ന് ഏതൊരു പ്രശ്നത്തിനകത്താണോ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണോ, ഏതൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണോ നിങ്ങൾ ഇന്നായിരിക്കുന്നത്, അതൊന്ന് ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സാക്ഷ്യം ഉണ്ടായിരിക്കും. ഒരാമേൻ പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? എത്ര ശക്തമായിട്ടാണ് ആ വാക്ക് പറഞ്ഞേക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ കർത്താവ്